സപ്ലൈകോ കടുത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്ന ഘട്ടത്തിലാണ് വിലവർധനവ് കൊണ്ടുവന്നതെന്ന മുഖ്യമന്ത്രി GR അനിൽ. വിലവർധനവ് ജനങ്ങളെ അധികം പ്രയാസപ്പെടുത്തില്ല. സപ്ലൈകോയുടെ നിസ്സഹായാവസ്ഥ ജനങ്ങളെ ബോധ്യപ്പെടുത്തും. വിപണി വിലയുമായി താരതമ്യം ചെയ്ത് 3 മാസത്തിലൊരിക്കൽ വിലയിൽ മാറ്റം വരുത്തുമെന്ന് മന്ത്രി വ്യക്തമാക്കി. സപ്ലൈകോ കടുത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്ന ഒരു ഘട്ടമാണ് ഈ അടുത്ത നാളിലുണ്ടായത്. മുൻപ് സപ്ലൈകോ രൂപം കൊടുത്ത നാൾ മുതലുള്ള കണക്കുകൾ പരിശോധിച്ചാൽ മാർക്കറ്റ് വിലയിൽ നിന്നും ഒരു ചെറിയ ശതമാനത്തിൻ്റെ വില വ്യത്യാസത്തിലാണ് ജനങ്ങൾക്ക് വില വർധനവ് അധികം ബാധിക്കാതെ പ്രയാസപ്പെടുത്താത്ത തരത്തിൽ അവശ്യ സാധനങ്ങൾ നൽകാൻ വേണ്ടി തീരുമാനിച്ച് മുന്നോട്ട് പോകുന്നത്. അതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് 2016 മാർക്കറ്റ് വിലയിൽ നിന്ന് 26% വില വ്യത്യാസം തീരുമാനിച്ചെങ്കിൽ ഇന്നലത്തെ മന്ത്രിസഭ മാർക്കറ്റ് വിലയിൽ നിന്ന് 35% വില കുറച്ച് ജനങ്ങൾക്ക് 13 നിത്യോപയോഗ സാധനങ്ങൾ നൽകാനുള്ള നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. കുറയുന്നതനുസരിച്ച് കുറയ്ക്കും, 30% കുറയ്ക്കും. കൂടുന്നതിനനുസരിച്ച് വില വ്യത്യാസങ്ങൾ ചിലത് ക്രമീകരിക്കേണ്ടി വരും. അതല്ല ഇതൊരു സ്ഥായിയായി 5 വർഷമോ സ്ഥായിയായി 2 വർഷമോ സ്ഥായിയായി 1 വർഷത്തേക്കോ അല്ല. ഇത് നമുക്ക് 3 മാസത്തിലൊരിക്കൽ സാധാരണ അങ്ങനെയാണ് റിവ്യൂ നടത്താറുള്ളത്. നമ്മളെല്ലാം വളരെ ഇഷ്ടപ്പെട്ടുകൊണ്ടല്ല എന്ന് നിങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം. കാരണം മറ്റൊരു മാർഗമില്ലാത്തൊരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഗവൺമെന്റിന് ചെയ്യേണ്ടി വന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ഷിജോ കുര്യൻ, കൊച്ചിയിൽ നിന്ന് റാഫി കരീം, കോഴിക്കോട് നിന്ന് സലാം മുഹമ്മദ്, കോട്ടയത്ത് നിന്ന് ജോസി ബാബു എന്നിവർ ചേരുന്നുണ്ട്. ആദ്യം ഷിജോയിലേക്ക് പോവുകയാണ്. ഷിജോ, നമുക്കറിയാം കഴിഞ്ഞ കുറേ നാളുകളായി സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ ചെന്ന് കഴിഞ്ഞാൽ കാലിയായിട്ടുള്ള റാക്കുകൾ മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. ഈ സപ്ലൈകോയുടെ 13 ഇന അവശ്യ വസ്തുക്കളിൽ പ്രധാനപ്പെട്ട ഉപയോഗങ്ങൾ, സാധാരണക്കാർ എന്നും ഉപയോഗിക്കുന്ന വസ്തുക്കൾ, അതിന് വില കൂട്ടുമ്പോൾ ഇരുട്ടടിയല്ലേ സാധാരണക്കാർക്ക് സർക്കാർ നൽകുന്നത്? സാധാരണക്കാരെ സംബന്ധിച്ച് ഈ സപ്ലൈകോയിലെ 13 ഇന സബ്സിഡിയുള്ള സാധനങ്ങളുടെ വില കൂട്ടാനുള്ള തീരുമാനം ഇരുട്ടടിയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അത് യാതൊരു തർക്കവുമില്ലാത്തതാണ്. പക്ഷേ സപ്ലൈകോയുടെ നിലനിൽപ്പിന് ഇപ്പോഴത്തെ ഈ വിലവർധനവ് അനിവാര്യമാണ് എന്നുള്ള വിലയിരുത്തലാണ് സംസ്ഥാന സർക്കാരും സിവിൽ സപ്ലൈസ് വകുപ്പും ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് പോയത്. സപ്ലൈകോയിൽ സബ്സിഡിയുള്ള 13 ഇന സാധനങ്ങളുടെ വില കൂട്ടാനുള്ള ഇടത് സർക്കാരിൻ്റെ തീരുമാനത്തിന് കഴിഞ്ഞ നവംബറിൽ ഇടതുമുന്നണി രാഷ്ട്രീയമായിട്ടുള്ള അംഗീകാരം നൽകിയതാണ്. അതിനുശേഷം വിദഗ്ധ സമിതിയെ നിയോഗിച്ചുകൊണ്ട് ഏത് രീതിയിലായിരിക്കണം വിലവർധനവ് നടത്തേണ്ടത് അല്ലെങ്കിൽ വിലവർധനവ് കൊണ്ടുവരേണ്ടത് എന്നുള്ള കാര്യം പഠിക്കുന്നതിന് വിദഗ്ധ സമിതിയെ സിവിൽ സപ്ലൈസ് വകുപ്പ് നിയോഗിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിദഗ്ധ സമിതി വിശദമായിട്ട് കാര്യങ്ങൾ പഠിക്കുകയും ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് ഭക്ഷ്യവകുപ്പിന് നൽകുകയും ചെയ്തു. ഭക്ഷ്യവകുപ്പ് മന്ത്രി GR അനിൽ ഈ റിപ്പോർട്ട് മന്ത്രിസഭയ്ക്ക് മുമ്പാകെ അവതരിപ്പിച്ചു. അതിനാണ് ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയത്. നിലവിൽ 2016 മുതൽ 2024 ഫെബ്രുവരി 14 വരെ സിവിൽ സപ്ലൈസ് വകുപ്പ്, അതായത് സപ്ലൈകോയിൽ നിന്ന് 13 ഇന സബ്സിഡിയുള്ള സാധനങ്ങൾ ഒരു വിലയിൽ യാതൊരു മാറ്റവുമില്ലാതെയാണ് നൽകിയിരുന്നത്. അതായത് 2016 ഏത് രീതിയിലാണോ സപ്ലൈകോയിൽ നിന്ന് സാധനങ്ങൾ നൽകിയിരുന്നത് അത് കഴിഞ്ഞ ദിവസം വരെ തുടർന്നിരുന്നു. അത് ഇനി മുതൽ അങ്ങോട്ട് അങ്ങനെ ആയിരിക്കില്ല. കാരണം സപ്ലൈകോ സമാനതകളില്ലാത്ത വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. മറ്റൊരു മാർഗവും ഇല്ലാതെ വന്ന ഒരു ഘട്ടത്തിലാണ് ഇങ്ങനൊരു തീരുമാനം എടുത്തതെന്നുള്ള കാര്യമാണ് മന്ത്രി GR അനിൽ വ്യക്തമാക്കുന്നത്. സാധാരണക്കാരായ ആളുകൾക്ക് യാതൊരു വിധത്തിലുമുള്ള പ്രയാസം ഉണ്ടാകുന്ന തരത്തിലായിരിക്കില്ല വിലക്കയറ്റമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതായത് വിപണി വില എത്രയാണോ അതിൽ നിന്ന് 35% കുറവിലായിരിക്കും സപ്ലൈകോയിൽ നിന്ന് സാധനങ്ങൾ നൽകുക. ഉദാഹരണത്തിന് നമുക്കറിയാം സപ്ലൈകോയിൽ നിന്ന് സബ്സിഡി നിരക്കിൽ നൽകുന്ന സാധനങ്ങൾ, നിത്യോപയോഗ സാധനങ്ങൾ എന്ന് പറയുന്നത് ചെറുപയർ, കടല, വൻപയർ, മല്ലി, മുളക്, അരി 4 ഇനങ്ങൾ, അതായത് ജയ അരി, മട്ടയരി, കുറുവയരി, പച്ചരി, പഞ്ചസാര, വെളിച്ചെണ്ണ, മല്ലി, മുളക് ഇങ്ങനെ തുടങ്ങിയ 13 ഇന സാധനങ്ങളാണ്. ഇതിൽ ഏറ്റവും അധികം തുക ചെലവഴിക്കേണ്ടി വരിക മുളകിനാണ്. മല്ലിക്ക് നിലവിലെ വില പ്രകാരം മല്ലിക്ക് 1/2 കിലോയ്ക്ക് 79 രൂപയും മുളകിന് 75 രൂപയുമാണ് 1/2 കിലോയ്ക്ക്. ഇത് 1 കിലോ വാങ്ങിയാൽ പോലും ചില സാഹചര്യങ്ങളിൽ തികയാത്ത സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ 150 രൂപ മുകളിൽ സപ്ലൈകോയിൽ നൽകേണ്ടി വരും. 150 രൂപയ്ക്ക് സപ്ലൈകോയിൽ നിന്ന് ലഭിച്ചിരുന്ന സാധനങ്ങളാണ് 1 കിലോ. പക്ഷേ അത് പൊതുവിപണിയിൽ 300 രൂപയ്ക്കാണ് 1 കിലോ മുളകിൻ്റെ വില. അത് സപ്ലൈകോയിൽ 150 രൂപയ്ക്ക് വാങ്ങാൻ കഴിയുന്നു എന്ന് പറയുന്നത് വലിയ അനുഗ്രഹം
വിഗ്രഹമായിരുന്നു. പക്ഷേ ഇനി അത് മാറും. അതായത് വിപണി വില എത്രയാണോ അതിൻ്റെ 35% മാത്രമായിരിക്കും കുറവ് വരിക. 1 കിലോ മുളകിന് വിപണിയിൽ 300 രൂപയാണ് എങ്കിൽ അതിൻ്റെ 35% കുറവ് മാത്രമേ ഇനി സപ്ലൈകോയിൽ നിന്ന് വാങ്ങുമ്പോൾ ഉപഭോക്താക്കൾക്ക് ലഭിക്കുകയുള്ളൂ. അങ്ങനെ തന്നെയാണ് മറ്റ് സാധനങ്ങളുടെയും വില വിവരം. നമുക്കറിയാം സപ്ലൈകോയിൽ 1 കിലോ പഞ്ചസാരയ്ക്ക് 22 രൂപയാണ്. 1 കിലോ അരി ഇനങ്ങൾക്ക് ജയ അരി, കുറുവയരി, മട്ടരി പോലെയുള്ള അരി ഇനങ്ങൾക്ക് 24, 23, 22 രൂപയൊക്കെ വളരെ കുറവാണ്. പക്ഷേ അത് പൊതുവിപണിയിൽ വലിയ വിലക്കയറ്റമാണ്. എന്തായാലും ഇത് ജനങ്ങളെ വലിയ തോതിൽ പ്രയാസത്തിലാക്കാതെയുള്ള വിലക്കയറ്റമായിരിക്കും എന്നുള്ള ഉറപ്പാണ് ഇപ്പോഴും ഭക്ഷ്യമന്ത്രി GR അനിൽ നൽകുന്നത്. ശരി, ഷിജോ കുര്യനാണ് വിവരങ്ങൾ തിരുവനന്തപുരത്ത് നൽകിയത്.